Here is an interesting fact. യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷമാണ് കണ്ടുപിടിച്ചെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ 1947 ഡെഡ് സീ സ്ക്രോൾസ് അഥവാ ചാവുകടൽ ചുരുളുകൾ കണ്ടുപിടിച്ചപ്പോൾ അതിൽ യേശയ്യാവിന്റെ പുസ്തകം ഉണ്ടായിരുന്നു. ആൻഡ് ഡെഡ് സീ സ്ക്രോൾസിന്റെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിട്ടൺ അബൌട്ട് 150 to 300 years before Christ was even born. നമ്മുടെ മശിഹ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി യെശയ്യാവിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. സോ Isaiah 53 is not just a spiritual prophecy that fulfilled. പക്ഷേ അതിനൊരു ഡീപ്പർ പേഴ്സണൽ കണക്ഷനും കൂടിയുണ്ട്. നമ്മുടെ ലൈഫിലെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാകുന്ന വേദനകളും പാപത്തിന്റെ ഭാരം നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കുമ്പോഴും നമ്മുടെ തെറ്റുകൾ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഗിൽറ്റും ഷെയിമും ഒക്കെ അവൻ ക്യാരി ചെയ്തു എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കാം. Surely he has borne our griefs and carried our sorrows, but he was pierced for our transgressions, he was crushed for our iniquities, upon him was the chastisement that brought us peace, and with his wounds we are healed. വേദനകൾ വരുമ്പോൾ ദൂരത്തിരുന്ന് കാണുന്ന ഒരു ക്രിസ്തുവിനെ അല്ല, നമ്മോടൊപ്പം കഷ്ടപ്പാടുകൾ സഹിച്ച് അനുഭവിച്ച ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സഫറിങ്സ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ദൈവമേ നീ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നീ എൻ്റെ വേദനകൾ മനസ്സിലാക്കുന്നുണ്ടോ, നിനക്ക് എൻ്റെ വേദന എന്താണെന്ന് അറിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ യെശയ്യാവ് 53. More than a spiritual prophecy or a historical manuscript, it is a love story that is written for me and for you and for everyone. The choice is ours whether to receive it or not. ആ വേദന അനുഭവിക്കുന്ന സമയത്ത് just remember this, that he has already felt that pain that you're going through. And he has carried our pain. And the most important thing, അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലാക്കുക. Hope you guys are doing wonderful. Have a blessed day and take care.